ഹായ്, ഗുഡ് മോർണിംഗ്. 2025 സെപ്റ്റംബർ 28 ഞായറാഴ്ച. റാഗി കൃഷിയെപ്പറ്റി ആണ് ഇന്ന് ഞാനിവിടെ വിവരിക്കുന്നത്. മില്ലറ്റ് ഇനങ്ങളിൽപ്പെട്ടതിൽ പ്രധാനമായ ഒന്നാണ് റാഗി. റാഗി വിതച്ച് കഴിഞ്ഞാൽ 4 മാസം നമുക്ക് കൊയ്യാം. ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ചേന പറിച്ചതിന് ശേഷം ആ ലാൻഡൊന്ന് കൊത്തി ഒരുക്കി ഇത് വിതയ്ക്കുകയാണ് ചെയ്തത്. റാഗിയുടെ വിത്ത് ഞാൻ മാർക്കറ്റിൽ നിന്നും വാങ്ങിയതാണ്. അത് ഏതാണ്ട് ജനുവരി പകുതി കഴിയുമ്പോഴത്തേനും മുളച്ച് വലുതാകാൻ തുടങ്ങി. ആ സമയത്ത് വെള്ളം ധാരാളമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. ജനുവരിയിൽ വേനൽക്കാലമായതിനാൽ വളർച്ച വളരെ മോശമായിരുന്നു. എങ്കിലും വെള്ളം ഒഴിച്ചത് കാരണം നല്ലപോലെ വളർന്ന് വലുതായി. ഡിസംബറിൽ നട്ട റാഗിയിൽ മാർച്ച് അവസാനം മുതൽ പൂവുണ്ടാകാൻ തുടങ്ങി. റാഗിയുടെ ചോട്ടിൽ നിന്ന് അളകൾ പൊട്ടി വളർന്നു വന്നതിനാൽ എല്ലാ അളകളിലും പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഏപ്രിൽ പകുതിയോടുകൂടി എല്ലാം പൂക്കുകയും നല്ല വളർച്ച കിട്ടുകയും ചെയ്തു. റാഗി ഉണ്ടാകുന്നതിൽ ഇത് 5-6 കൊലകൾ പോലെയാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത്. അങ്ങനെ മെയ് പകുതി ആയപ്പോഴത്തേനും ഇത് പൂത്ത് നല്ലപോലെ മൂക്കാൻ തുടങ്ങി. മെയ് മാസം അവസാനമായപ്പോഴത്തേനും എല്ലാം ഒരു തവിട്ട് നിറത്തിലേക്ക് മാറി. അത് മൂത്തതിൻ്റെ ലക്ഷണമാണ്. മെയ് അവസാനത്തേക്ക് ഇതിനെ കൊയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ 4 മാസമാണ് ഇതിൻ്റെ വളർച്ചയെങ്കിലും എനിക്ക് ഏതാണ്ട് മെയ് 30 വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. 5 മാസത്തോളം എടുത്തു. എങ്കിലും നമുക്ക് കാണാം ഒരു കൊലയിൽ 5ഉം 8ഉം 10ഉം ഇതായിട്ട് വ്യത്യസ്തമായ ശിഖരങ്ങൾ പോലെ കൊല ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം എനിക്ക് നല്ലൊരു ഈൽഡാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷവും ഞാൻ റാഗി നട്ടിരുന്നു. ഈ വർഷം കൃഷിഭവനിൽ നിന്ന് എനിക്ക് 1500 രൂപ സബ്സിഡി കിട്ടി. ഇത് വിളഞ്ഞ് കഴിഞ്ഞ് ഇതെല്ലാം അങ്ങോട്ട് പറിച്ചെടുത്തതിന് ശേഷം ഉണങ്ങാൻ വെയിലത്ത് വെച്ചു. പഴുതായിലാണ് വെച്ചത്. അതിനുശേഷം അവ കൂട്ടിയിട്ട് ഞാൻ ഒരു വടി കൊണ്ട് തല്ലി അതിനെ കൊഴിക്കുകയാണ് ഉണ്ടായത്. കല്ല് വെച്ചിട്ട് കല്ലെ തല്ലിയാലും മതി, അപ്പോൾ തന്നെ ഇത് തെറിച്ചു പോവും. ഇങ്ങനെ പഴുതായ വെച്ച് മെതുകെ തല്ലുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇതിങ്ങനെ ഇതിൻ്റെ തരി കിടന്നോളും. അത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഉണങ്ങി എടുത്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഏതാണ്ട് 10 സെൻറ്റോളം സ്ഥലത്ത് റാഗി കൃഷി ചെയ്തു. 1500 രൂപയോളം എനിക്ക് ചിലവ് ഉണ്ട്. എൻ്റെ അധ്വാനം ഫ്രീ ആയിട്ട് കൂട്ടണം. എങ്കിലും എനിക്ക് കൃഷിഭവനിൽ നിന്ന് 1500 രൂപ ഇത് കൃഷിയുടെ ചിലവിലേക്കായി തരികയുണ്ടായി. അതിനാൽ എനിക്ക് 2 കിലോ റാഗിയോളം കിട്ടി. അതെനിക്ക് ലാഭം എന്ന് പറയാം. നല്ലപോലെ ഉണങ്ങിയ റാഗി ഞാൻ മുറത്തിൽ പേറ്റി ഞാൻ ഭരണികളിലാക്കി സൂക്ഷിച്ചു വെക്കും. എൻ്റെ കൊച്ചുമകന് പിന്നീട് ഞാൻ 2 വയസ്സുള്ള കൊച്ചുമകന് ഇത് പൊടിച്ച് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ കുര്യൻ.